നമസ്കാരം. സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ലെഗ് വർക്കൗട്ടിനെ കുറിച്ചുള്ളതാണ്. ലെഗ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്ക്വാട്ട് ചെയ്യാറുണ്ട്, ഫ്രണ്ട് സ്ക്വാട്ട് ചെയ്യാറുണ്ട്, ബാക്ക് സ്ക്വാട്ട് ചെയ്യാറുണ്ട്, അങ്ങനെ എല്ലാ വർക്കൗട്ടുകളും ചെയ്യാറുണ്ട്. എങ്കിൽ പൊതുവേ ലെഗിൽ വരാൻ ബുദ്ധിമുട്ടുള്ളൊരു പാർട്സ് എന്ന് പറയുന്നത് ഇന്നർ തൈസ് ആണ്. അപ്പോൾ ഇന്നർ തൈസിൻ്റെ ഒരു വീഡിയോ ഇടുമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കുറേ പേര് നമുക്ക് കമൻറ്റ് ബോക്സിലൊക്കെ ചോദിക്കാറുണ്ട് ഇന്നർ തൈസിൻ്റെ ഒരു വീഡിയോ ഇടാൻ പറ്റുമോ എന്നുള്ളത്. അത് ബാർബർ സ്ക്വാട്ടിലുള്ളൊരു ഇന്നർ തൈസിൻ്റെ വീഡിയോ ആണ്. സീനിയേഴ്സിനൊക്കെ വളരെയധികം വർക്കൗട്ട് അറിയുമായിരിക്കും. നമ്മളെങ്കിലും ഒരു മിഡിലിനും ബിഗിനേഴ്സിനൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഈ വീഡിയോ ഒക്കെ ഇടുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തേസിൻ്റെ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത് ലെഗ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുക. ലെഗ് ഓപ്പൺ ചെയ്ത് വെച്ചതിന് ശേഷം ഫുൾ സ്ട്രെച്ച് ചെയ്യാം. ഇത്ര വന്നാൽ മതി. ഈ ഒരു പോർഷനിൽ വരെ വരാവും. ഫുൾ സ്ട്രെച്ച് ചെയ്തത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. നമ്മളൊരു റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത് 15 ചെയ്യണം. ഇന്ന് എൻ്റെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ലെഗ് വർക്കൗട്ട് ആയിരുന്നു. ഞാൻ ഹെവി വർക്കൗട്ട് ചെയ്യുന്ന ആകെ ടയർഡാണ്. അതുകൊണ്ട് വളരെ ലേറ്റ് വെയിറ്റിലാണ് ഇതിപ്പോൾ കാണിച്ചു തരുന്നത്. നിങ്ങളിവിടെ ഇട്ടിരിക്കുന്നത് ഞാൻ 5 ഇട്ടിരിക്കുന്നത്. ഈ 5 പകരം നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി വെയിറ്റിൻ്റെ പകുതിയെങ്കിലും വെയിറ്റ് ലോഡ് ചെയ്യുക. നമ്മൾ സ്ക്വാട്ട് വർക്കൗട്ടിൻ്റെ മെയിൻ ടെക്നിക്കൽ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 60 കിലോ ഉള്ള ഒരു വ്യക്തി അയാളുടെ ബോഡി വെയിറ്റിനെങ്കിലും നമ്മൾ സ്ക്വാട്ട് ചെയ്യണം. സ്ക്വാട്ട് ചെയ്യുമ്പോൾ മാത്രമേ ലെഗ് എടുക്കുള്ളൂ, ലെഗ് ഗെയിൻ ആവുള്ളൂ. അപ്പോൾ അതിന് പറ്റുന്നില്ലെങ്കിൽ നമ്മളൊരു 60 കിലോ ഉള്ള ഒരാൾ ഒരു 40 കിലോ എങ്കിലും ലോഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ കറക്റ്റായിട്ട് ചെയ്യാം. ചെയ്യുമ്പോൾ കറക്റ്റ് പോസ്റ്റർ ശ്രദ്ധിക്കുക. ഇന്നത്തേസ് നല്ലവണ്ണം തുറന്നു വെക്കുക, സിറ്റ് ചെയ്യുക, എഴുന്നേക്കുക. ഈ എഴുന്നേക്കുന്ന സമയത്ത് നമ്മുടെ ഇന്നത്തേസ് മാക്സിമം ടൈറ്റ് ചെയ്ത് ഒന്ന്. രണ്ടാമത് നമ്മൾ വർക്കൗട്ടിന് ശേഷം നമ്മളെപ്പോഴും ഒന്ന് പോസ് ചെയ്യുന്നതല്ല, ലെഗിനും പോസിങ് ഉണ്ട്. വെയിറ്റ് വേണമെന്നില്ല, ജസ്റ്റ് ഇങ്ങനെ മസിൽസ് വിടുക, ടൈറ്റ് ചെയ്യുക, മസിൽസ് വിടുക, ടൈറ്റ് ചെയ്യുക. ഇതിപ്പോൾ ഏത് മസിൽ ഗ്രൂപ്പിന് കളിക്കുകയാണെങ്കിലും പോസിങ് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. നമ്മളൊരു വർക്കൗട്ടിനെ എഫക്റ്റ് ചെയ്യും നമ്മൾ പ്രോപ്പറായിട്ട് പോസ് ചെയ്യുമ്പോൾ. അപ്പോൾ പോസിങ് വളരെയധികം ശ്രദ്ധിക്കുക. ഇതുപോലെ ചെയ്യുക. ഇത് നമ്മൾ ഡംബിൾസ് സുമോ സ്ക്വാട്ട് ചെയ്യാറുണ്ട്. ഡംബിൾസ് ചെയ്യുന്ന അതേപോലെ തന്നെ അതിനേക്കാൾ എഫക്റ്റാണ് ബാർബർ സുമോ സ്ക്വാട്ട്. എല്ലാ ആഴ്ചയിലും എല്ലാ വർക്കൗട്ടുകളും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞോളുന്നില്ല. പ്രോപ്പറായിട്ട് നമ്മളൊരു മസിൽ ഗ്രൂപ്പിന് ഒരു 5-6 വർക്കൗട്ട് മാത്രമേ എല്ലാവരും ചെയ്യാറുള്ളൂ. അപ്പോൾ ഈ ആഴ്ച സ്കിപ്പായി പോകുന്ന വർക്കൗട്ടുകൾ നമ്മൾ അടുത്ത ആഴ്ച ചെയ്യുക. ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും അല്ലെങ്കിൽ ഒരു 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഇങ്ങനത്തെ വർക്കൗട്ടുകൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലെഗ് ഗെയിൻ ആവും. നമ്മൾ ലെഗിനെ കണ്ടിന്യൂ ആയിട്ട് ഒരേ വർക്കൗട്ടുകൾ കുറച്ച് കാലം ചെയ്ത് കഴിയുമ്പോൾ ചില വർക്കൗട്ടുകളെങ്കിലും മാറ്റി ചെയ്യണം. മാറ്റി ചെയ്യുമ്പോൾ മാത്രമേ മസിൽ ഗ്രൂപ്പ് അത് എടുക്കുകയുള്ളൂ, അത് ഗെയിൻ ആവുള്ളൂ. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ബൈ.